പരിചമുട്ടുകളിൽ ക്രൈസ്തവ, ഹൈന്ദവ, മുസ്ലിം പാരമ്പര്യത്തിൽ അവതരിപ്പിക്കുന്നത് ഓടി വർക്കി. നാടോടി വിജ്ഞാനത്തിൻ്റെ ശാഖയിൽ പ്രദർശന വിഭാഗത്തിൽപ്പെടുന്നതാണ് പരിചമുട്ടുകൾ. ആയോധന കലയുടെ മനോഹരമായ ആവിഷ്കാരമാണിത്. കലാപരമായി ആയോധന കലയെ രംഗത്ത് അവതരിപ്പിക്കുന്ന ഈ കലാരൂപം കേരളത്തിൻ്റെ ആയോധന പാരമ്പര്യത്തിൻ്റെ തെളിമയാർന്ന രംഗാവതരണമാണ്. പരിചമുട്ടുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട യുവാക്കളും മുതിർന്നവരുമാണെങ്കിലും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ഹൈന്ദവ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും നിലനിന്നിരുന്ന ഒരു കലാരൂപമാണെന്ന് നമുക്ക് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറെ വൈവിധ്യമുണ്ടെങ്കിലും ആയോധന കലയുടെ ഹൃദയമാണ് പരിചമുട്ടുകളിയിൽ ഏത് വിഭാഗത്തിൻ്റെതായെങ്കിലും നമുക്ക് കാണാനാകുക. ആയോധന മുറയെ ഏറ്റവും മനോഹരമായിട്ട് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കൂടുതൽ ആസ്വാദ്യതയും ജനങ്ങളിൽ കൂടുതൽ സ്വീകാര്യതയും ഉണ്ടാകുന്നുണ്ട്. പരിചമുട്ടുകളിൽ ഒരു ആയോധന കല വാളും പരിചയമേറ്റിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഈ കലാരൂപം ഇന്ന് സാധാരണ കേരളീയ ജനത ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. കളരിമുറകളിൽ മൂർച്ചയേറിയ വാളും പരിചയവുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പരിചമുട്ടുകളിൽ മൂർച്ചയേറിയ വാളല്ല ഉപയോഗിക്കുന്നത്. കാരണം അത് അവതരിപ്പിക്കുന്ന സംഘങ്ങളുടെ വിശ്വാസ പൈതൃകത്തെ അയവരക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമെന്ന നിലയിൽ അവിടെ ഒരു അങ്കത്തട്ടിൻ്റെ അവതരണമല്ല, കളരി അഭ്യാസ മുറകളുടെ പ്രകടനമാണ്. പരിചമുട്ടുകളിയിലെ പാരമ്പര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. കേരളത്തിലെ പരിചമുട്ടുകളിൽ പ്രധാനമായും 3 പാരമ്പര്യങ്ങളാണുള്ളത്. ക്രൈസ്തവ പാരമ്പര്യം, മുസ്ലിം പാരമ്പര്യം, ഹൈന്ദവ പാരമ്പര്യം. ഇനി നമുക്ക് ഓരോ പാരമ്പര്യങ്ങളും എങ്ങനെയാണ് കേരളത്തിൽ നിലനിന്നു പോന്നിരുന്നതെന്ന്, അവരവതരിപ്പിച്ചിരുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പരിചമുട്ടുകളിൽ മുസ്ലിം പാരമ്പര്യം അറബി മലയാളത്തിലുള്ള പാട്ടുകളാണ് മുസ്ലിം പരിചമുട്ടുകളിൽ ഉപയോഗിച്ചു വരുന്നത്. കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിലും നമ്മുടെ ചാവക്കാട്, കോഴിക്കോട്, മലപ്പുറം ഈ ഭാഗങ്ങളിലാണ് മുസ്ലിം പരിചമുട്ടുകൾ നിലനിന്നിരുന്നത്. പ്രധാനമായും 2 അവസരങ്ങളിലാണ് മുസ്ലിം സമുദായത്തിലെ പരിചമുട്ടുകളി അവതരിപ്പിച്ചിരുന്നത്. ഒന്ന് അവരുടെ നേർച്ച പരിപാടികളിൽ, വിവാഹാവസരങ്ങളിൽ, അതുപോലെ തന്നെ ആൺകുട്ടികളുടെ ചേതനാചാരം അല്ലെങ്കിൽ സുന്നത്ത് കല്യാണം എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഇതിനോടനുബന്ധിച്ചാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. കോൽക്കളിയിൽ ഏറെ പ്രാവീണ്യമുള്ള മുസ്ലിം സമുദായത്തിലെ കളിക്കാർക്ക് പരിചമുട്ടുകളി അഭ്യസിക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. കാരണം പരിചമുട്ടുകളി കോൽക്കളിയിലെ
ഒരുപാട് സ്വാധീനം കോൽക്കളിയും പരിചമുട്ടും തമ്മിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നു, മുസ്ലിം സമുദായത്തിൻ്റെ വിവാഹത്തിൻ്റെ അവസരത്തിൽ അവർ സാധാരണത്തിൽ ദഫ്മുട്ടും അറബനമുട്ടും മറ്റുള്ള കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പരിചമുട്ടുകളി അവതരിപ്പിച്ചിരുന്നു. കാരണം മുസ്ലിം സമൂഹത്തിന് ആയുധരംഗത്തുമായിട്ട് കളരിയായിട്ട് ഏറെ ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ഈ ചാവക്കാട് ഭാഗത്തൊക്കെ മണത്തല നേർച്ചയിൽ ചന്ദനക്കുടം നേർച്ച എന്നൊക്കെ നമ്മൾ പറയും. ഈ അവസരങ്ങളിൽ ഈ മുസ്ലിം സമുദായം അവരുടേതായിട്ടുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന അവസരത്തിൽ പരിചമുട്ടുകളിയും അവതരിപ്പിച്ചിരുന്നു. മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികൾ ഈ മാർഗം കൂടുക അല്ലെങ്കിൽ മാർഗം കൂടുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സുന്നത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷമേ അവർ സാധാരണഗതിയിൽ മുസ്ലിം ദേവാലയത്തിലേക്ക് പള്ളിയിലേക്ക് പോവുകയുള്ളൂ. അത് സാധാരണഗതിയിൽ അവരുടെ ബന്ധുക്കളും അയൽവാസികളും എല്ലാം ചേർന്ന് ഈ ആൺകുട്ടിയെ ആനപ്പുറത്ത് കയറ്റി ആഘോഷമായിട്ടാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുക. ആദ്യത്തെ മുസ്ലിം പള്ളിയിലേക്കുള്ള പ്രവേശനത്തിൽ ഇതിനോടനുബന്ധിച്ചും അവർ പരിചമുട്ടുകളെയും കോൽക്കളിയും ദഫ്മുട്ടും അർബനമുട്ടും ഒക്കെ അവതരിപ്പിച്ചു. മുസ്ലിം പാരമ്പര്യത്തിൽ വിവാഹത്തോടനുബന്ധിച്ച് നടന്നിരുന്ന പരിചമുട്ടുകളിയും അവർ പ്രധാനമായിട്ടുള്ള പ്രമേയമായിട്ടെടുത്തിരുന്നത് മുഹമ്മദ് നബിയെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ പുണ്യസ്ഥലങ്ങളെക്കുറിച്ചുള്ള പ്രമേയങ്ങളാണ് പരിചമുട്ടുകളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മുസ്ലിം പരിചമുട്ടുകളി ക്രിസ്ത്യൻ പരിചമുട്ടുകളിയുമായിട്ട് അവരുടെ അടവിലും ചുവടിലും ഏറെ സാദൃശ്യമുണ്ടെങ്കിലും വേഷത്തിൽ വ്യത്യാസമുണ്ട്. പച്ചത്തൊപ്പിയും കുപ്പായവും ഇറക്കമുള്ള വസ്ത്രവുമാണ് മുണ്ടുമാണ് അവർ ധരിച്ചിരുന്നത്. വാളും പരിചയമേന്തി യുദ്ധമുഖത്ത് നിൽക്കുന്ന തരത്തിൽ ചടുലതയോടെ അവതരിപ്പിച്ചിരുന്ന പരിചമുട്ടുകളി മുസ്ലിം സമുദായം ഏറെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയിരുന്നു. ഇന്ന് ചാവക്കാട് ഗുരുവായൂർ ഭാഗത്ത് പരിചമുട്ടുകളി മുസ്ലിം സമുദായത്തിൽ അവതരിപ്പിച്ചിരുന്ന പരീദുക്ക, അദ്ദേഹം മാത്രമായിരുന്നു ഈ ഭാഗത്ത് ഈ അടുത്ത കാലഘട്ടം വരെ മുസ്ലിം പരിചമുട്ടുകളി പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഇന്നും പരിചമുട്ടുകളിയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുണ്ട്, മുജീബ് പാടൂർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് യുദ്ധമുഖത്തിൻ്റെ പോർവിളിയുടെ ആവേശവും വീര്യവുമൊക്കെ ചടുലതയായി അവതരിപ്പിക്കുന്ന പരിചമുട്ടുകളി മുസ്ലിം സമുദായത്തിൻ്റെ പഴയകാല ഓർമ്മകളുടെ ബാക്കിപത്രമാണ് എന്നുള്ളതാണ്. പരിചമുട്ടുകളി ഹൈന്ദവ പാരമ്പര്യത്തിൽ പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഭാഗത്തുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പരിചമുട്ടുകളി ഹൈന്ദവ പാരമ്പര്യത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ വടക്ക്, കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തുള്ള അറിയ സമുദായക്കാരും പരിചമുട്ടുകളി അവതരിപ്പിച്ചിരുന്നു. വേഷത്തിലും അവതരണ രീതിയിലും കളരി അഭ്യാസത്തോട് ഏറെ സാദൃശ്യമുണ്ട് ഈ വിഭാഗത്തിൻ്റെ പരിചമുട്ടുകളിയുടെ അവതരണം. നെറ്റിയിൽ ചന്ദനം തൊട്ട് കഴുത്തിലും കയ്യിലും ലോഹത്തകിട് കെട്ടി മാന്ത്രിക ചരട് കെട്ടി കളരി അഭ്യാസക്കാരൻ്റെ വേഷത്തിൽ അവതരിപ്പിക്കുന്ന പരിചമുട്ട് ഏറെ യുദ്ധമുഖത്തിൻ്റെ വീര്യവും വീറും വാശിയും ഉണ്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്ന പരിചമുട്ടുകളിൽ മീനമാസത്തിലെ ക്ഷേത്രങ്ങളിലെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന
ആഘോഷങ്ങളോട് ചേർന്നാണ് പരിചമുട്ടുകളി അവതരിപ്പിച്ചിരുന്നത്. ദേവീ ദേവന്മാരുടെ സ്തുതികളും ഒക്കെയാണ്, പ്രത്യേകിച്ച് രാമായണ മഹാഭാരതം, ഇതൊക്കെ അവർ ഇതിവൃത്തമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ന് കലോത്സവങ്ങളിൽ ക്രൈസ്തവ പരിചമുട്ടുകളിയുടെ വലിയ സ്വാധീനം കടന്നു വന്നപ്പോൾ ഇന്ന് ഹൈന്ദവ പാരമ്പര്യത്തിലുള്ള പരിചമുട്ടുകളി ഏറെ കുറവാണെങ്കിലും കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ, പാലക്കാട് ഭാഗങ്ങളിൽ ഇന്നും ഈ തരത്തിലുള്ള പരിചമുട്ടുകളി സംഘങ്ങളും അംഗകളരിയും അവരുടെ കളിത്തട്ടും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ 16-ാം നൂറ്റാണ്ടിലാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇടയിൽ പരിചമുട്ടുകളി പ്രചാരത്തിലായത്. വടക്കേ മലബാറിൽ നിന്നുള്ള കളരി ആശാന്മാർ വന്നായിരുന്നു ക്രൈസ്തവ സമൂഹം പരിചമുട്ടുകളി പഠിച്ചിരുന്നത്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെ ദേവാലയത്തിനോടനുബന്ധിച്ചും വീടുകളിലോടനുബന്ധിച്ചും കളരിത്തട്ടുകളുണ്ടായിരുന്നു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന പരിചമുട്ടുകളി പള്ളിയോടനുബന്ധിച്ചുള്ള കളരി തട്ടുകളിൽ അഭ്യസിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇടയിൽ 7 തരത്തിലുള്ള പരിചമുട്ടുകളി ഉണ്ടായി. പ്രധാന വ്യത്യാസം അവരുടെ പ്രമേയത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുന്ന പരിചമുട്ടുകളിയിൽ അത്ര വലിയ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ആരംഭ കാലഘട്ടത്തിൽ സീറോ മലബാർ സമുദായത്തിൻ്റെ, അതായത് സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം, മലങ്കര രീതി, ജ്ഞാനായ രീതി, ദളിത് രീതി, യാക്കോബായ രീതി, അങ്ങനെ എല്ലാ വിഭാഗത്തിനും വ്യത്യസ്തങ്ങളായ അവതരണ ശൈലി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പാഠ്യ സാഹിത്യത്തിൽ മാത്രമായിരുന്നു പ്രധാനപ്പെട്ട വ്യത്യാസം. സുറിയാനി ക്രിസ്ത്യാനികൾ വിശുദ്ധ തോമാസ് ലീഹായെക്കുറിച്ചും അദ്ദേഹം സ്ഥാപിച്ച ദേവാലയങ്ങളെക്കുറിച്ചും ബൈബിൾ പ്രമേയം, അതുപോലെ തന്നെ അവർ അവതരിപ്പിക്കുന്ന ദേവാലയത്തിലെ വിശുദ്ധനെക്കുറിച്ചുമാണ് പ്രധാനമായിട്ടും പ്രമേയങ്ങളായിട്ട് എടുത്തിരുന്നത്. ജ്ഞാനായ സമുദായക്കാരും യാക്കോബായ സമുദായക്കാരും അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ബൈബിൾ പ്രമേയങ്ങളും അതുപോലെ തന്നെ അവർ അവതരിപ്പിക്കുന്ന ദേവാലയത്തിലെ വിശുദ്ധനെ കുറിച്ചുമായിരുന്നു. ലത്തീൻ സമുദായമായിരുന്നെങ്കിൽ വിശുദ്ധ അന്തോണീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ചും അവർ അവതരിപ്പിക്കുന്ന ദേവാലയത്തിലെ വിശുദ്ധനെ കുറിച്ചുമുള്ള പ്രമേയങ്ങളാണ് പരിചമുട്ടുകളിയിൽ അവർ ഉപയോഗിച്ചിരുന്നത്. പരിചമുട്ടുകളി പരിശീലനം. സാധാരണഗതിയിൽ പരിചമുട്ടുകളി പരിശീലിപ്പിക്കുന്ന ആശാന്റെ വീടുമുറ്റത്ത് ഓല ഷെഡിൽ വൈകുന്നേരങ്ങളിൽ 7 മണി മുതൽ രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് കൊടുക്കാറുള്ളത്. 12 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള ആൺകുട്ടികളാണ് പരിചമുട്ടുകളി പരിശീലിക്കാനായിട്ട് സാധാരണഗതിയിൽ വന്നിരുന്നത്. എന്നിരുന്നാലും മുതിർന്നവരും പരിചമുട്ടുകളി അഭ്യസിച്ചിരുന്നു. പരിചമുട്ടുകളി പരിശീലിക്കാനായിട്ട് വരുന്ന ശിഷ്യന്മാർ ദക്ഷിണ കൊടുത്താണ് പരിശീലനം ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ 5 രൂപയോ വാച്ചോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് അവർ ആശാന് ദക്ഷിണയായിട്ട് കൊടുക്കുക. ആരംഭത്തിൽ പൊതുവെ പരിചമുട്ടുകളി അഭ്യസിക്കാൻ വരുന്നത്
വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു കാശ് ഈ ആശാന്മാർക്ക് കിട്ടുമെന്ന് ആശാനും പ്രതീക്ഷിക്കുന്നില്ല, ശിഷ്യന്മാർക്കത് സാധിക്കുകയുമില്ല എന്നുള്ളതാണ്. അഭ്യാസമുറകളുടെ പ്രാരംഭഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് വാളും പരിചയും ആശാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുക. പരിശീലന കാലഘട്ടത്തിൽ വാളും പരിചയവും ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് വാള് ലോഹം കൊണ്ടുള്ള വാളല്ല ഉപയോഗിക്കുന്നത്, മരത്തടിയിൽ അല്ലെങ്കിൽ കവുങ്ങിൻ്റെ തടി ഉഴിഞ്ഞ് തയ്യാറാക്കിയ വടികൾ ഉപയോഗിച്ചാണ് അവർ പരിശീലിക്കുന്നത്. 2 മുതൽ 2.5 അടി വരെ നീളമുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ വാളും 1 മുതൽ 1.5 അടി വ്യാസമുള്ള നാഗത്തകിടിൽ തീർത്ത മുഴകളുള്ള പരിചയവുമാണ് ഇതിനകത്ത് ആയുധമായിട്ട് പരിചമുട്ടുകളിക്കാർ ഉപയോഗിക്കുന്നത്. കളിയാശാൻ തിരിയിട്ട കത്തിച്ച നിലവിളക്കുമായിട്ട് മുൻപേ നടന്നു നീങ്ങുന്നു. തൊട്ട് പുറകിലായിട്ട് ശിഷ്യന്മാർ വലത് കൈയിൽ വാളും ഇടത് കൈയിൽ പരിചയവുമായി കളിത്തട്ടിലേക്ക് കടന്നു വരുന്നു. വട്ടത്തിൽ നിന്നതിന് ശേഷം വാളും പരിചയം താഴെ വെച്ച് വിളക്കിനെ വന്നിച്ച് കളിത്തട്ട് വന്നിച്ച് ആശാനിൽ നിന്നും അനുഗ്രഹം തേടിയതിനു ശേഷമാണ് കളിക്കാർ കളി ആരംഭിക്കുന്നത്. കോടി നിറത്തിലുള്ള മുണ്ട് താരെടുത്ത് അല്ലെങ്കിൽ തട്ടെടുത്ത് അരയിലും തലയിലും പട്ടുകൊണ്ട് വലതുഭാഗത്ത് കെട്ടി ിട്ടുള്ള വേഷമാണ് പരിചമുട്ടുകളിയുടേത്. ബനിയനോ ഷർട്ടോ ഒന്നും ധരിക്കാറില്ല. ശരീരത്തിൽ മെഴുക്ക് പരട്ടാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ. വളരെ ചതുരതയോടും ദേഹം ഇളക്കിക്കൊണ്ടും കളിക്കുന്ന അവതരണത്തിനാണ് കൂടുതൽ ഭംഗിയും കാണാനായിട്ട് കൂടുതൽ ആ രസവും നമുക്ക് പകർന്നു കിട്ടാനായിട്ട് സാധിക്കുക. ആശാൻ പാടിക്കൊടുക്കുന്ന പാട്ട് കളിക്കാർ അത് ഏറ്റുപാടുകയും ചെയ്യുന്നു. കലാശം അതുപോലെ തന്നെ ഓരോ ഭാഗത്തും അതിൻ്റെതായിട്ടുള്ള വീര്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ, അത് വേഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കുറേ കൂടി ആയോധന കലയുടെ സൗന്ദര്യം മുഴുവൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വേഷത്തിൽ ചില സമുദായത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. ലത്തീൻ സമുദായത്തിൽ കളരിയുടെ വേഷമാണ് സാധാരണഗതിയിൽ എടുക്കുന്നതെങ്കിൽ, ജ്ഞാനായ സമുദായക്കാർ അവർ കുറേ കൂടി ഇറക്കമുള്ള മുണ്ട് താറെടുത്ത് തലയിൽ തോർത്തുമുണ്ട് കെട്ടിയിട്ടാണ് അവർ അവതരിപ്പിക്കുന്ന രീതി. പരിചമുട്ടുകളിയിൽ 3 പ്രധാന ഘടകങ്ങളാണുള്ളത്. 1 മുട്ട്, 2 മെയ്യഭ്യാസം, 3 ചുവട്. ആദ്യം വരുന്നത് ചുവടാണ്. കളരിപ്പയറ്റിൽ ചുവടുകളോട് സമാനമുള്ളതാണ് പരിചമുട്ടുകളിയിലെ ചുവടുകൾ. ഉദാഹരണത്തിന് മുക്കണ്ണി, തട്ടിപ്പിരി. മുട്ട് പരിചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മറ്റുള്ളവരുടെ വാളിലും പരിചയിലും മുട്ടുന്ന രീതിയാണ്. 32 മുതൽ 64 മുട്ടുകൾ വരെ നടത്തുന്ന ഒന്നാന്തരം കളിക്കാരുണ്ട്. മെയ്യഭ്യാസം. ഇവ കളരി അഭ്യാസ മുറകളാണ്.
അവതരിപ്പിക്കുന്ന ആളുകളുടെ കായിക ബലം, ശക്തി, അവതരിപ്പിക്കുന്നതിൻ്റെ സ്പീഡ്, അതിൻ്റെ നീക്കങ്ങൾ, മസിലുകളുടെ ശക്തി, ശരീര ചലനങ്ങൾ, അതിൻ്റെ അഭ്യാസമുറകൾ, ഇതൊക്കെ ഈ മെയ് അഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫോക്ലോർ രംഗത്ത് പരിചയമുട്ടുകളിലേക്കുള്ള സ്വാധീനം, പ്രാധാന്യം ഇതിനകം നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഏതൊരു പ്രദേശത്തിൻ്റെയും ജീവസ്പന്ദനങ്ങളാണ് ഫോക്ലോർ. കേരളത്തിലെ കളരി അഭ്യാസത്തിൻ്റെ പാരമ്പര്യത്തിലേക്കുള്ള പുത്തൻ തലമുറയിൽ ചുവടുവയ്പ്പുകളാണ് പരിചയമുട്ടുകളിൽ നാം ദർശിക്കുന്നത്. ഇന്ന് കലോത്സവ വേദികളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ കലാപാരമ്പര്യത്തിൽ ഒരു നാടിൻ്റെ സംസ്കൃതിയുടെ ഭാഗമാക്കി മാറ്റാൻ, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ ഈ അനുഷ്ഠാന കലയ്ക്ക് സാധിക്കണമെങ്കിൽ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഫോക്ലോർ അക്കാഡമിയും കേരള ഫോക്ലോർ അക്കാഡമിയും അതുപോലെ സർക്കാരുമൊക്കെ വേണ്ട വിധത്തിൽ പണിയെടുത്തെങ്കിലും പ്രോത്സാഹിപ്പിച്ചെങ്കിലും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്തരം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ നിലവിലുള്ള സംവിധാനത്തിൽ നിന്നും മാറി കുറെ കൂടി മെച്ചപ്പെട്ട അവർക്ക് സ്റ്റേറ്റ്മെൻറ്റും അവർക്ക് പെൻഷനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. താങ്ക് യു വെരി മച്ച്.